തീന അഥവാ ഫോക്സ്ടെയിൽ മില്ലറ്റ് ഉപയോഗിച്ച് വെജിറ്റബിൾ പുലാവ് തയ്യാറാക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ഗ്രാമ്പൂം, ഒരു ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ചെറിയ കഷ്ണം ബേ ലീഫ്, പിന്നെ 1/4 ടീസ്പൂൺ ജീരകം, ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഇതൊന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും, 3-4 ബീൻസ് ചെറുതായി അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗം, ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂണാണ് ചേർത്തത്. അതുപോലെ തന്നെ ഗരം മസാല 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തീനയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തീന 6 മുതൽ 8 മണിക്കൂർ വരെ 2.5 കപ്പ് വെള്ളത്തിൽ കുതിർത്തെടുക്കണം. ഇതിപ്പോൾ 1 കപ്പാണുള്ളത്. 2.5 കപ്പ് വെള്ളത്തിൽ കുതിർത്തെടുത്തതിന് ശേഷം അത് വെള്ളം ഊറ്റിയെടുത്തതാണ്. അപ്പോൾ ആ കുതിർക്കാനെടുത്ത വെള്ളം നമ്മളൊന്ന് ചെറുതായി ചൂടാക്കി എടുക്കണം. അതിന് ശേഷം വേണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ആദ്യം നമുക്ക് തീന മാത്രം ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ നേരം കൊണ്ട് നമുക്ക് കുതിർത്തെടുക്കാൻ ഉപയോഗിച്ച വെള്ളം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ചൂടായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2.5 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ച് നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ച് ചോറ് വേവിച്ചെടുക്കണം. ഞാനിത് അടച്ചു വയ്ക്കുകയാണ്. ഒരു അടപ്പ് കൊണ്ട് ഇതുപോലെ അടച്ചു വയ്ക്കാം. ഫുള്ളായിട്ട് അടച്ചു വയ്ക്കുകയാണെങ്കിൽ ഇത് പൊന്തി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അടച്ചു വയ്ക്കാൻ. ഇടയ്ക്ക് ഇതുപോലെ തുറന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മില്ലറ്റ് വേവാനായിട്ട് ഏകദേശം 15 മുതൽ 20 മിനിറ്റ് വരെയാണ് എടുക്കുക. ഇടയ്ക്ക് ഇതുപോലെ തുറന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഒരുവിധം വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഓഫ് ചെയ്യേണ്ടവർക്ക് ഓഫ് ചെയ്ത് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഒരുവിധം വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു സമയത്ത് ഓഫ് ചെയ്ത് വെക്കുകയാണ്. നമുക്കിപ്പോൾ കാണുമ്പോൾ കുഴഞ്ഞ മാതിരിയൊക്കെ തോന്നും. പക്ഷെ നമ്മൾ കഴിക്കേണ്ട സമയമാകുമ്പോൾ ഇത് നല്ല ഡ്രൈ ആയിട്ട് കറക്റ്റ് ഇതായിട്ട് വരും. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിത് ഓഫ് ചെയ്ത് ഇതുപോലെ അടച്ചു വെക്കുകയാണ്. ഒരു 10 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി ഇത് വെള്ളം വറ്റി വരും. ഇതിപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. മില്ലറ്റ് കൊണ്ട് പുലാവൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും കുറച്ച് വെള്ളം ഉള്ളപ്പോൾ തന്നെ ഓഫ് ചെയ്യുന്നതാണ് നല്ലത്. ഈ മില്ലറ്റ് റൈസൊക്കെ ഇരിക്കുമ്പോൾ തോറും കുറച്ച് ഡ്രൈ ആയി വരുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളത്തോടെ തന്നെ ഓഫ് ചെയ്യുകയാണെങ്കിൽ അത് ചൂടൊക്കെ ആറി വരുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് വരും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്ത് വെക്കുന്നത്. ഇനി ഇത് നന്നായി ചൂടാറിയൊക്കെ വരുമ്പോൾ നമുക്ക് കറക്റ്റ് പുലാവിൻ്റെ മാതിരി തന്നെ വന്നോളും.